വേദിയിലുള്ള നമുക്കെവർക്കും പ്രിയങ്കനായ ഡോക്ടർ എസ് കെ വസന്തകുമാർ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അപ്പം നമ്പർ അവൻ്റെ പൗത്രപുത്രൻ കൂടിയായിട്ടുള്ള ശ്രീ എ സന്തോഷ് കുമാർ, ശ്രീ പി വിനോദ്, ശ്രീമതി രാജലക്ഷ്മി മാനേരി, സദസ്സിൽ ഉള്ള പ്രബന്ധാവതാരകരായിട്ടുള്ള ശ്രീ സൈമൺ വേലുക്കാരൻ, ശ്രീ എൻ രഘുനന്ദനൻ, മോഹൻദാസ് വാറപ്പുറത്ത്, സദസ്സിൽ ഉപവിഷ്ടായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, കുറച്ച് മുമ്പ് സ്വാഗതം പറയേണ്ടി വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു വാചകത്തിൽ നിന്ന് തന്നെ എൻ്റെ പ്രബന്ധാവതരണം തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്പുരാൻ്റെ മരിച്ചിട്ട് 1941 അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം 75 പരം വർഷങ്ങൾ നാം പിന്നീടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയാൽ രൂപകൽപ്പന ചെയ്ത് അലങ്കരിച്ച് മനോഹരമാക്കിയ കുമാരമന്ദിരം ഇന്നും കാലത്തിൻ്റെ സാക്ഷിയായി അയ്യന്തോളിൽ നിലനിൽക്കുന്നു. പക്ഷേ ഈ 75 വർഷത്തിനിടയിൽ അദ്ദേഹത്തെ വേണ്ട വിധം സമുചിതമായി അനുസ്മരിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ സാഹിത്യമോ സാഹിത്യേതരമായിട്ടുള്ള സംഭാവനകൾ ചർച്ച ചെയ്യാനോ നമ്മുടെ സമൂഹമോ സംവിധാനമോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദം. സാഹിത്യ അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അപ്പം നമ്പുരാൻ സ്മാരകം ഒരു മ്യൂസിയം എന്നതിനപ്പുറം യാതൊരു വിലമില്ലാതെ വെയിലും മഞ്ഞുമേറ്റ് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം നമ്പുരാനെ കുറിച്ചുള്ള അനുസ്മരണം മാത്രമാണ് എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഏക പരിപാടി എന്ന് പറയും. അത് ഒരു ചടങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ മാത്രം അവതരിപ്പിച്ചു പോരുന്ന ഒരു കാലഘട്ടം. ഇതിനിടയിൽ അവിടെ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പ്രഭാഷണങ്ങളിൽ വസന്തമാഷും ഞാനും രഘുവേട്ടൻ ഉൾപ്പെടെയുള്ളവർ പല കാലങ്ങളിലും പല സന്ദർഭങ്ങളിലും ഓരോ വർഷമായിട്ട് പങ്കെടുക്കാറുണ്ടെങ്കിലും വളരെ വേദനയോട് കൂടിയാണ് പലപ്പോഴും ആ പടിയിൽ പോരേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സന്തോഷേട്ടനെയും മധുവിനെയൊക്കെ നല്ല പരിചയം വരുന്നതും ഞാൻ അവരുമായിട്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ഒരു അനുസ്മരണ സമ്മേളനത്തിൻ്റെ ആ വിരസതയിൽ അത്ര വിരസമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നതിനപ്പുറം അതിൽ യാതൊരു ആത്മാർത്ഥതയില്ല എന്ന് കണ്ടപ്പോൾ അന്ന് നമുക്ക് ഈ സംഘടനാ സംവിധാനങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല. ഒരു വ്യക്തി മാത്രമാണ് ഞാനും രഘുവേട്ടനൊക്കെ. ആ ഒരു സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആദ്യമായി സന്തോഷത്തോടും അതിനോട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയാണ്. ഇദ്ദേഹത്തെ നമുക്ക് വേണ്ട വിധം പഠിക്കേണ്ടതുണ്ട്, മതിയായ രീതിയിൽ സമഗ്രമായ രീതിയിൽ സമുചിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരാശയം പങ്കുവയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ആ അന്ന് പങ്കുവച്ച ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ പരിപാടി. നമ്മൾ യഥാർത്ഥത്തിൽ അപ്പം നമ്പുരാൻ അനുസ്മരണ പരിപാടിയായി നടത്തുന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പഠന ഗവേഷണ സമിതി അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തു. അത് യഥാർത്ഥത്തിൽ നാം സൃഷ്ടിച്ചിട്ട് 8 മാസങ്ങൾക്ക് മുകളിലായി. ഏതാണ്ട് 5 മാസങ്ങൾക്ക് മുമ്പാണ് അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടി നമ്മൾ സ്മൃതി മണ്ഡപത്തിൽ നിന്നും അക്കാദമിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തുടങ്ങുന്നു. ദൗർഭാഗ്യവശാൽ അപ്പം നമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ആ മ്യൂസിയം എന്നതിനപ്പുറം ഒരു വായനശാല കൂടി നമുക്കുണ്ട് എന്നതാണ്. ഞാൻ ദൗർഭാഗ്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ്. അതിനൊക്കെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. അതിൻ്റെ സെക്രട്ടറിക്കോ പ്രസിഡന്റോ ഭാരവാഹികൾക്കോ പോലും ആരാണ് അപ്പം നമ്പുരാൻ എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. അപ്പം നമ്പുരാൻ്റെ സ്മാരകമാണ്. സർക്കാർ വലിയ രീതിയിൽ പണ്ട് മുടക്കി പണിത വലിയൊരു ബിൽഡിങ്ങുണ്ട്, വലിയ സജ്ജീകരണങ്ങളുണ്ട്, വലിയ പുസ്തക ശേഖരം തന്നെ അവിടെ ഉണ്ട്. പക്ഷേ അത് നയിക്കുന്നവർക്ക് അപ്പം നമ്പുരാൻ ആരാന്ന് അറിയില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം കൊണ്ടുപോകേണ്ടിയത്, നടത്തേണ്ടിയത്. പക്ഷെ അവരാരും സജ്ജമാകാത്ത,
അവരാരും തയ്യാറാകാത്ത ഒരു കാലത്തിൽ, ഒരു സമയത്തിലാണ് അത് ചെയ്യാനുള്ള ബാധ്യത സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവിൽ അപ്പം നമ്മുടെ പഠന ഗവേഷണ സമിതിക്ക് നാം രൂപം കൊടുക്കുന്നത്. അതിൻ്റെ വിപുലമായ പഠനവും ഗവേഷണവും നടന്നുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങളോളം, എനിക്ക് ഒരുപക്ഷെ പറയാൻ പറ്റും മാസങ്ങളോളമായിട്ട് തന്നെ ശ്രീ സൈമൺ വേലൂക്കാരനും രാജലക്ഷ്മി ചേച്ചി അല്ലെങ്കിൽ ശ്രീ എം രഘുനന്ദൻ അടക്കമുള്ള നിരവധി ഗവേഷകര് നിരന്തരമായി അപ്പം തമ്പുരാന്റെ രചനകൾ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ അന്വേഷണം നടത്തുന്നു. അവിടെ പോയി വിവിധ തലങ്ങളിൽ ഗവേഷണം നടത്തുന്നു, പഠനങ്ങൾ നടത്തുന്നു. അതിൻ്റെ എല്ലാം ആകെ തുകയിലേക്ക് എത്തുമ്പോഴാണ് നാം നാളൊട്ടുക്കും അറിയത്തക്കമുള്ള പരിപാടികളുമായി സജ്ജരായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തുടക്കം കൂടിയാണ് ഈ സെമിനാർ. വിശദമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ നാം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിൽ അപ്പം തമ്പുരാനെ കുറിച്ച് സംഘടിപ്പിക്കുന്ന 16ഓളം സെമിനാറുകൾ തന്നെ ഉണ്ടാകും. ഏതാണ്ട് 70ഓളം ഈവൻസുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഒരു ഘട്ടമാണ് ഈ സെമിനാറുകൾ കൊണ്ട്. ഈ സെമിനാറുകൾ വെറും ഒരു സെമിനാറല്ല. വിവിധ കോളേജുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്ന് വേണ്ട സകല സാംസ്കാരിക സംവിധാനങ്ങളുമായിട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സെമിനാറുകൾ തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണശാലയാണ് ഇന്ന് സാഹചര്യം നടത്തുന്ന ഈ സെമിനാർ എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണമെന്നുള്ളതാണ് എൻ്റെ വിഷയത്തിൽ കടക്കും മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് അവതരിപ്പിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ അപ്പം തമ്പുരാന്റെ സാഹിത്യ സാംസ്കാരിക സംഭാവനകൾ നമ്മുടെ തൃശ്ശൂരിന് സാംസ്കാരിക തലസ്ഥാനമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ അടിത്തറ പാകി എന്ന് തന്നെ വേണേൽ പറയും. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലുള്ള സാംസ്കാരിക നായകർ ജീവിച്ചിരിക്കുകയും അവരുടെ സംഭാവനകൾ ഈ മണ്ണിൽ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് നാം അഭിമാനത്തോട് പറയുന്ന ഈ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള പദവിക്ക് അർഹരാക്കിയത് എന്ന് പറയും. അപ്പൊ അത്രയധികം സംഭാവനകൾ തരുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തി മറന്നുകൊണ്ട് നമുക്കൊരു സാംസ്കാരിക പ്രവർത്തനം നടത്താൻ കഴിയുകയില്ല, സാഹിത്യ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇത്ര വിപുലമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കും നമ്മളെ പ്രാപ്തരാക്കുന്നതും ആ തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കും. അത്തരത്തിൽ 70ഓളം പരിപാടികൾ ഭാഗം ചെയ്തതിൻ്റെ ഏതാനും പരിപാടികൾ മാത്രമാണ് നാം പിന്നിട്ടിരിക്കുന്നത്. ഈ ഗവേഷണവും അതിൻ്റെ പഠനവും പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റു പരിപാടികളിലേക്ക് നാം കടക്കുകയാണ്. അതിൻ്റെ വിപുലമായ കാര്യങ്ങളാണ് മോഹൻദാസ് സാർ കുറച്ച് ആലങ്കാരികമായിട്ട് നിങ്ങളോട് കുറച്ച് മുമ്പ് പങ്കുവെച്ചത്. അതെല്ലാം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പം തമ്പുരാന്റെ പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതുമായിട്ട് ഇപ്പം നമുക്ക് മുന്നിൽ ലഭ്യമായിട്ടുള്ള പല രചനകളെ കുറിച്ചും വിനോദ് ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹത്തെ സാഹിത്യ ലോകത്തിൽ പ്രസിദ്ധീകരിക്കാത്തതുമായിട്ടുള്ള എത്രയോ ലേഖനങ്ങളാണ് ഇവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിവേകോദയത്തിലും മംഗളോദയത്തിലും പ്രബുദ്ധ കേരളത്തിലടക്കം രസികരിച്ചിനിയിലടക്കം പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനങ്ങൾ നീണ്ട നിര തന്നെ. അപ്പൊ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് 2000ഓളം പേജുകൾ വരാവുന്ന അത്രയും ഒരു സമ്പൂർണ്ണ കളക്ഷൻ അദ്ദേഹത്തിന്റെ രചനയെക്കുറിച്ച് ഇറക്കിയാൽ, പ്രസിദ്ധീകരിച്ചാൽ അത് 2000-ത്തിലധികം പേജുകൾ വരുമെന്നുള്ളതാണ്. അപ്പം 4ഓ 5ഓ വോളിയമായിട്ടുള്ള പുസ്തകമായിട്ടാണ് നമ്മുടെ ഈ പദ്ധതി എന്ന് അവസാനിക്കാൻ. സമയമെടുക്കും, അധ്വാനം ആവശ്യമാണ്, ധാരാളം അധ്വാനം ആവശ്യമാണ്. പക്ഷെ മറ്റാർക്കും കഴിയാത്ത ആ കാര്യം സാംസ്കാരിക പ്രബുദ്ധതയുടെ പേരിൽ, അല്ലെങ്കിൽ അതാ ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ കടമ എന്ന പേരിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കാലം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം കൂടിയാണ് നാം പൂർത്തിയാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അത് കൂടാതെ തന്നെ ഇന്നത്തെ സാംസ്കാരിക നയങ്ങൾ ഒരുപക്ഷെ ആധികാരികമായിട്ട് അപ്പം തമ്പുരാനെ വിലയിരുത്തി എഴുതിയിരിക്കുന്നത് അപൂർവമായിട്ട് മാത്രമേ. ഒന്ന് KT രാമവർമ്മ എഴുതിയ അപ്പം തമ്പുരാനെ കുറിച്ചുള്ള പുസ്തകമാണ്. മറ്റൊന്ന് വസന്ത ഭാഷ എഴുതിയിട്ടുള്ള 2 ഗ്രന്ഥങ്ങളാണ്. പൂർണ്ണ പ്രസിദ്ധീകരിച്ചതും കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതുമായ 2 പുസ്തകങ്ങളിലാണ് അപ്പം തമ്പുരാനെ കുറിച്ചുള്ള വിശദമായ പഠനം വന്നിട്ടുള്ളത്. മറ്റ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ലേഖനങ്ങളിൽ ചില പരാമർശങ്ങൾ അപ്പം തമ്പുരാനെ കുറിച്ച് നടത്തിയിട്ടുണ്ടെന്ന് മാത്രമാണ്. ഈവൻ അവരുടെ കുടുംബരേഖകളിൽ പോലും കാണാത്ത ഒരുപാട് സത്യങ്ങൾ, സംഭവങ്ങൾ ഇനിയും നാം കണ്ടെത്തുന്നത്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മറ്റൊരു വോളിയം പുസ്തകം കൂടി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ആ ദൗത്യം പൂർത്തിയാകുന്നത്. ഇനി ഇതെല്ലാം തന്നെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഡോക്യുമെന്റ്. ഈ വീഡിയോ ഡോക്യുമെന്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുമാരമന്ദിരം അടക്കമുള്ള കാര്യങ്ങൾ, ഞാനത് എടുത്തു പറയാൻ കാരണമുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്, ഉൾപ്പെടുത്തിക്കൊണ്ട് ബൃഹത്തായ ഒരു ഡോക്യുമെന്ററി കൂടെ നിർമ്മിക്കുന്നതോടുകൂടി
ഈ നാടൊട്ടുക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതോടെ അതിന് നേതൃത്വം കൊടുക്കുന്നതോടെ നമ്മളെ കാലമേൽപ്പിച്ച ദൗത്യത്തിന്റെ ഏതാനും ഭാഗം നമ്മൾ പൂർത്തിയാക്കണം. അവിടെ നമ്മൾ തീർന്നു എന്ന് കേട്ടത് ഇതൊരു തുടർ പ്രവർത്തനമാണ് എന്ന് നാം മനസ്സിലാക്കണം. കുമാരമന്ദിരം അദ്ദേഹം താമസിച്ച വീടാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സാഹിത്യ ഏതൊരു സംഭാവനകളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 ആഴ്ച എല്ലാ ദിവസവും ആലോചിച്ച് പ്രിപ്പയർ ചെയ്ത് വരണമെന്ന് കരുതി. നിങ്ങളെന്ന് ക്ഷമിക്കണം, എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ച നേരെ ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത്രയധികം ഭാരം എൻ്റെ തലയിലുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടും വ്യാവസായികപരമായിട്ടും സാങ്കേതിക കാര്യങ്ങൾക്കായിട്ടും ഒരു ദിവസം പോലും എനിക്ക് തൃശ്ശൂരിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് അത്രയ്ക്കും പ്രിപ്പയർഡ് ആയിട്ട് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏതാനും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഞാൻ പഠിച്ചതിൽ നിന്നും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൻ തമ്പുരാനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ അയൽവക്കക്കാരനായിട്ട് ജീവിക്കുന്നതാണ്. എനിക്ക് കുമാരമന്ദിരത്തിലേക്ക് നടന്നു വരേണ്ട കാര്യമില്ല. പല രാത്രികളിലും ഞാൻ അവിടെ പോയിരിക്കാറുണ്ട്. എനിക്കെന്തോ ഒരു തടസ്സവും സാഹിത്യ അക്കാദമി സെക്യൂരിറ്റി എനിക്ക് മുന്നിൽ പറയാറില്ല. ആ ഗേറ്റുകൾ എനിക്ക് മുന്നിൽ തുറന്നിടാറുണ്ട്. പക്ഷെ സാഹിതിക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവരടച്ചിടാറുണ്ട് എന്നുള്ള വസ്തുതയോടെ നിലനിൽക്കുകയാണ്. അതും ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഈ രാത്രി കാലങ്ങളിൽ അർദ്ധരാത്രി കാലങ്ങളിൽ ഉറക്കം വരാതെ കിടക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. കിടന്ന് അപ്പോഴേ ഉറങ്ങിപ്പോകുന്നതാണ്. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയ ഒരു വൈബ്, ഇപ്പോഴത്തെ ഭാഷയിൽ പറയാൻ ഒരു വലിയ വൈബ് കിട്ടും. അതറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതിന്റെ ഇൻസ്പിറേഷൻ എനിക്ക് തന്നത് വസന്തൻ മാഷാണ്. ഞങ്ങൾക്ക് അപ്പൻ തമ്പുരാനുള്ള ചർച്ചയിൽ നിന്നും മാഷിന്റെ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നും എനിക്ക് വൈബ്. അത് അറിയണമെങ്കിൽ നമ്മൾ രാത്രിയിൽ തന്നെ അവിടെ പോകണം. നല്ല നിലാവുള്ള രാത്രികൾ വളരെ വൃത്തിയത്. അപ്പൻ തമ്പുരാന്റെ ഒരു പ്രേതാലയമായിട്ടാണ് അയ്യന്തോളുകാരെ കണക്കാക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. അത് പോത്തോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. പോത്തിനെ മാത്രം മേയ്ക്കാൻ പറ്റുന്ന കാടായിരുന്നു അയ്യന്തോൾ. അതിൽ 25 ഏക്കർ, സന്തോഷ് സൂചിപ്പിച്ച വളരെ ശരിയാണ്. 25 ഏക്കറോളം പരന്ന് കിടക്കുന്ന, അവിടെ എങ്ങും വേറെ മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്താണ് അപ്പൻ തമ്പുരാൻ തന്റെ കുമാരമന്ദിരം പണിയുന്നത്. അവിടെ അന്ന് ആൾതാമസമുള്ള സ്ഥലം എന്ന് പറഞ്ഞ ഒന്ന് ഞാനും രഘുവേട്ടനൊക്കെ ഇപ്പോൾ സാധാരണ അടക്കം താമസിക്കുന്ന പനച്ചിക്കൽ ഇറക്കത്തിലാണ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. മറ്റൊന്ന് അരണാട്ടുകരയിലാണ്. ഇത് 2 സമുദായങ്ങളായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ പണിയാളുകളായിട്ടുള്ള അവശ്യ സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് പനച്ചിക്കൽ. ഇന്നും അതിൻ്റെ ആൾക്കാർ അവിടെ കിട്ടുന്നുണ്ട്. അരണാട്ടുകര ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരവിടെ കുടിയേറിപ്പാർത്തവരുണ്ട്. ഈ 2 കൂട്ടരും അപ്പൻ തമ്പുരാന്റെ ഒരുപക്ഷെ കൊട്ടാരത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ പുറം പണിക്കൊക്കെ വന്നിരുന്നത് ഇവർ തന്നെയാണ്. പക്ഷെ അപ്പൻ തമ്പുരാൻ അവരെയൊക്കെ സുഹൃത്തുക്കൾ പോലെ കണ്ടിരുന്നു എന്നുള്ളതാണ് പല ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇന്നും അപ്പൻ തമ്പുരാന്റെ കാര്യസ്ഥപ്പണിയും അല്ലെങ്കിൽ ജോലിക്കാരും ഒക്കെ ആയിരുന്ന ആൾക്കാരുടെ പൗത്രന്മാർ അയ്യന്തോളിൽ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം ഞാൻ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയെന്നും ഈ എഴുതി നാം കണ്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട ചരിത്രത്തിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ മാത്രം അത്രയധികം ഉണ്ട് അപ്പൻ തമ്പുരാന്റെ സംഭാവനകൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിന്റെ ഭാഗം കൂടിയാണ് എൻ്റെ ഈ പ്രബന്ധത്തിൽ കടന്നുകൊണ്ടിരുന്നത്. സാഹിത്യത്തിനപ്പുറം ഒരുപക്ഷെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു അപ്പൻ തമ്പുരാൻ. ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മേഖലകൾ, സാഹിത്യേതര മേഖലകളെ ഞാൻ പൊതുവായിട്ട് 3 ഭാഗമായിട്ടാണ് തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് തീർച്ചയായിട്ടും സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള ഒരു ലേബൽ തന്നെയാണ്. 2, കലാരംഗത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അഭിനിവേശം, കലാരംഗത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രോത്സാഹനം എന്നുള്ളതാണ് 2ാം ഭാഗത്ത്. 3ാം ഭാഗത്ത് ഒരു വ്യവസായി എന്നുള്ള നില നമ്മൾ ആരും കണ്ടെത്താത്ത ഒരു ഭാഗമാണ്. വ്യവസായ താല്പര്യമുള്ള ഒരു ബഹുമുഖ പ്രതികയായിരുന്നു അദ്ദേഹം. ഒരു എഴുത്തുകാരനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, കലാപ്രവർത്തകനായിരുന്നു, വ്യവസായ താല്പര്യമുള്ള വ്യവസായി എന്ന് പറയാവുന്ന രീതി. സ്വന്തമായി വ്യവസായം തുടങ്ങിയില്ലെങ്കിലും വ്യവസായം എന്ന് വിവക്ഷയ്ക്ക് വണ്ണമുള്ള സ്ഥാപനങ്ങൾ കൂടി തുടങ്ങുന്നതിന് അദ്ദേഹം ശ്രമിച്ചിരുന്നെന്ന് വേണം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. വിവിധ മേഖലകളിൽ വ്യക്തിത്വം ഉണ്ടായിരുന്ന ആളായിരുന്നു.
പൊതുസേവന മേഖലകളിലും ധാരാളം സംഭാവനകളുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന മേഖലകളിലൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദാഹരണ സഹിതം സന്തോഷം പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാകണം എന്നുള്ളതിന് തെളിവായിരുന്നു അപ്പന്തപുരാൻ കാണിച്ചത്. ഇന്നത്തെ സാഹിത്യകാരന്മാരിൽ നിന്നും എത്ര വ്യത്യസ്തനായിരുന്നു സാഹിത്യകാരനായിരുന്ന അപ്പന്തപുരാൻ എന്ന് മനസ്സിലാക്കി. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇന്ന് എഴുത്തുകാരൻ. മനുഷ്യന് പൊതുവെ എഴുത്തുകാരന് പ്രത്യേകിച്ചുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സമൂഹത്തിന് വേണ്ടി ജീവിച്ച എഴുത്തുകാരനായിരുന്നു അപ്പന്തപുരാൻ. അപ്പൊ ആ കാലഘട്ടത്തിൽ നിരവധി പേര് അത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. എഴുത്തുകാരായ ധാരാളം പേര് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും നിരന്തരമായി ഇടപെട്ടുകൊണ്ട് കുടുംബത്തെ പോലും മറന്നുകൊണ്ട് പ്രവർത്തിച്ചവരുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിലേക്ക് ചുരുങ്ങിയപ്പോൾ എഴുത്തും നമ്മളിലേക്ക് ചുരുങ്ങിയെന്ന് വേണം നമ്മൾ കാണാം. അപ്പം നമ്മൾ അതിന് തികച്ചും വ്യത്യസ്തമാണ്. സാഹിത്യ ഏതൊരു മേഖലകളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ രൂപീകരണം. ഇവിടെ ഷാജി മാഷ് ഇരിപ്പുണ്ട്. ഷാജി മാഷേ എന്തൊരൊക്കെ ഷാജി മാഷൊക്കെ ഇന്ന് നയിക്കുന്ന ഈ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് അപ്പന്തപുരാൻ. പിന്നീട് അത് പലരിലൂടെ വളർന്നു. ഇന്ന് ഷാജി മാഷിന്റെ കയ്യിൽ ആ നേതൃത്വം എത്തി നിൽക്കുന്നു. നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ കൂടെയുള്ളതാണ്. ആ സാഹിത്യ പരിഷത്തിന്റെ ആദ്യ രൂപീകരണ യോഗം തൃശ്ശൂരിൽ നടക്കുമ്പോൾ അതിൽ അധ്യക്ഷത വഹിച്ചത് അപ്പന്തപുരാൻ. മറ്റൊരാളുകൂടെ ഉണ്ടോ? രണ്ടാമത്തെ. അപ്പൊ അതിന്റെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും പ്രവൃത്തികളൊക്കെ സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വന്നതിന്റെ ഭാഗമാണ് സമസ്ത കേരള പരിഷത്തിന്റെ സാഹിത്യ പരിഷത്തിന്റെ രൂപീകരണവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പോരുകയുണ്ടായി. എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തമ്പുരാൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾ വീക്ഷിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ജീവിച്ച ഒരിക്കലും ഒരു തമ്പുരാൻ എന്ന രീതിയിലോ രാജകുടുംബം എന്നുള്ള രീതിയിലല്ല എന്നുള്ളത് മറ്റൊരു വശം. പക്ഷെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. ആ രംഗത്ത് നിന്നാണ് ഒരാൾ വരുന്നത്. അന്ന് ഇപ്പോൾ വസന്തമാഷിന്റെ സ്റ്റഡി തന്നെ, ഗവേഷണ വിഷയം തന്നെ അതാണ്. രാജകുടുംബങ്ങളുടെ സാഹിത്യ സംഭാവനകളാണ്. തമ്പുരാൻ കുടുംബങ്ങളിൽ നിന്ന് സാഹിത്യ സംഭാവനകൾ ധാരാളം ഉള്ളപ്പോഴും ഇവരിൽ എത്ര പേർ ഈ സാമൂഹ്യ പ്രവർത്തനത്തിനും അല്ലെ സാംസ്കാരിക പ്രവർത്തനത്തിന് സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിശോധന നല്ലതാണ്. പ്രത്യേകിച്ച് അന്നത്തെ സാഹിത്യം എന്ന് പറയുന്നത് ആ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിന്നോ കൂടിയാണ്. അല്ലാതെ അവരുടെ വിഭാഗത്തിൽ നിന്നും അല്ലാത്ത വിഭാഗത്തിൽ നിന്നും സാഹിത്യകാരന്മാർ പൊതുവെ കടന്നു വരുന്നൊരു കാലഘട്ടമല്ല അതൊക്കെ. ഞാൻ അതിലേക്ക് മറ്റൊരു കുമാരനാശാനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാനാണ് കരുതുന്നത്. അപ്പൊ അത്തരത്തില് സാംസ്കാരിക രംഗത്ത് സംഭാവന ചെയ്യുന്നതിൽ മടി കാണിക്കാത്ത ഒരാളായിരുന്നു അപ്പന്തപുരാൻ. 3-4 സാഹിത്യ മാസികകളുടെ പത്രാത് ബേസിക്കലി മാസിക തുടങ്ങിയത് തന്നെ അപ്പന്തപുരാനാണ്. മംഗളോദയത്തിലും വിവേകോദയത്തിലും അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം പിന്നീട് തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുമ്പോഴും അതിന്റെ നേതൃത്വം ഏറ്റെടുത്തതും അപ്പന്തപുരാനായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാസികകൾ തുടങ്ങുന്നതും അത് തുടർന്ന് കൊണ്ടുപോകുന്നതൊക്കെ അത്ര സ്വാഭാവികമായ കാര്യമില്ല. അതൊക്കെ ഒരുപക്ഷെ രാജകുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രം കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് സന്തോഷ് കുറച്ച് സൂചിപ്പിച്ച വിനോദ്ജി സൂചിപ്പിച്ച ഈ ചില രചനകൾ നോക്കുമ്പോൾ അപ്പന്തപുരാന്റെ ആണോ എന്ന് സംശയം നമുക്ക് ജനിപ്പിക്കും. അത് യഥാർത്ഥത്തിൽ അപ്പന്തപുരാൻ തന്നെ ആയിരിക്കാം. ഇനി അല്ലാതെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയത് പോലും അപ്പന്തപുരാന്റെ ആണെന്നും തിരിച്ചും പറയപ്പെടുന്നു. ഇത് ആദ്യകാലങ്ങളിൽ അപ്പന്തപുരാൻ എഴുതിയ ലേഖനങ്ങൾ പലതും സ്വന്തം പേരിലും അല്ലായിരുന്നു, പല പേരിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പോ ഗവേഷണത്തിൽ നമ്മൾ ആ ശൈലി വെച്ചാണ് ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ ശൈലി എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ഒരേ അത് തന്നെ എഴുതുമ്പോൾ ശൈലി വ്യത്യാസം സംഭവിച്ചെന്നിരിക്കാം. പക്ഷെ അത് കണ്ടെത്തി അത് ഇന്നാളിയെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതൊക്കെ ഒരു ചരിത്ര നിയോഗം തന്നെയാണ്. അത്ര മാസികകൾ തുടങ്ങുവാനും മംഗളോദയ അല്ലെങ്കിൽ അതുപോലുള്ള മാസികകളുമായിട്ട്
സാഹിത്യ സംബന്ധിയായ പ്രസിദ്ധീകരണങ്ങളുമായിട്ട് വളരെ അടുപ്പം പുലർത്തുകയും അതിൻ്റെയൊക്കെ ഒരു നേതൃസ്ഥാനത്തിരിക്കാൻ, പ്രത്യേകിച്ച് രസികരഞ്ജിന് തുടങ്ങിയത് തന്നെ അപ്പം തമ്പുരാൻ, പ്രബുദ്ധ കേരളവും അങ്ങനെ തന്നെ. അപ്പൊ അതിനൊക്കെ അപ്പം തമ്പുരാന് കഴിഞ്ഞു എന്നുള്ളതാണ്. സിനിമ അന്ന് നമ്മളെ സംബന്ധിച്ചോളം ഒരു കലോപാധിയോ ഒന്നുമല്ല, വിനോദോപാധിയല്ല. സിനിമ എന്നുള്ള സങ്കല്പം പോലും മലയാളിക്ക് ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടം. അത് ഇവിടെ കൊണ്ടുവരുന്നതിന് അപ്പം തമ്പുരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ രംഗത്തെ കുറിച്ച് അദ്ദേഹത്തെ സംഭാവന കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം. അന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറം അതിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു. അത് യാഥാർത്ഥ്യമായി ഇല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. ശ്രമിച്ചു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തുടക്കമിട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അന്നത്തെ സിനിമയുടെ പ്രവർത്തകരായിട്ടുള്ള ഈ SPP അടക്കമുള്ളവർ അവിടെ 3 മാസത്തോളം താമസിച്ചു എന്നുള്ള ഈ സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടു. ഈ സിനിമയാകട്ടെ ഇദ്ദേഹത്തിന്റെ ഒരു രചനയെ അവലംബിച്ചാണ്. ഭാസ്കരമേനോൻ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ, കുറ്റാന്വേഷണ കഥ. ആ പുസ്തകത്തെ അധികരിച്ചാണ് ആ സിനിമ ഉണ്ടാക്കാൻ അദ്ദേഹം പുറപ്പെട്ടത്. സിനിടോൺ എന്ന പേര് അദ്ദേഹം ഒരു കമ്പനി രൂപീകരിച്ചു. കേരള സിനിമാടോൺ എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര്. അപ്പൊ അതിന്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഒരു ഹിന്ദി സംവിധായകനെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതും കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പേര് നൊട്ടാനി, നൊട്ടാനിയാണ്. അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ആളാണ്. അദ്ദേഹത്തെയാണ് കൊണ്ടുവരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭിനേതാക്കളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ കയ്യിൽ നിന്ന് പണം മുടക്കി അവർക്കൊക്കെ ചെലവ് ചെയ്യണമെന്ന് ഓർത്തോണം. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇവർക്കൊക്കെ എല്ലാ കാര്യത്തിലുമുള്ള ചെലവ് മുഴുവൻ ചെയ്യുന്നത് ഈ അപ്പം തമ്പുരാന്റെ കൈവശമാണ്. ചരിത്രം പറയുന്നത് അദ്ദേഹം 25,000 രൂപ കടക്കാരനായി എന്ന് പറയുന്നത്. അന്നത്തെ 25,000 രൂപ കോടികളുടെ മതിപ്പുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു കാരണത്തിലേക്കാണ് ഞാൻ ഈ വിരച്ചുള്ളത്. അതെല്ലാം ചെലവാക്കിയാണ് ഇവിടെയൊക്കെ നിലനിർത്തിയും സിനിട്ടോൺ തോന്നുകയും ആ പുസ്തകത്തെ സംബന്ധിച്ച് ഇന്നും അദ്ദേഹം എഴുതിയിട്ടുള്ള രേഖാചിത്രങ്ങൾ മ്യൂസിയത്തിൽ ലഭ്യമാണ്. കാരണം അദ്ദേഹത്തിന് നൊട്ടാനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തടസ്സം ഉണ്ടായിരുന്നപ്പോ ആ പുസ്തകത്തിന്റെ ഓരോ രംഗത്തുമുള്ള സീനുകൾ വരച്ച് കാണിക്കാനാണ് അദ്ദേഹത്തെ. നല്ല ചിത്രകാരനായിരുന്നു, ശില്പിയുമായിരുന്നു, എഞ്ചിനീയർ വൈദ്യുതിയോടാണ്. എഞ്ചിനീയർ ആയിരുന്നു, ഒരുപക്ഷെ അത് പാസ്സാകാത്തായിരുന്നു, വൈദ്യരായിരുന്നു, നല്ല ചികിത്സ കൊടുക്കുന്ന ആയുർവേദ ചികിത്സയും കൂടിയായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ യോഗ്യതകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നതാണ്. ആ വീടിനെ സംബന്ധിച്ച് ഇപ്പോൾ കുമാരമന്ദിരത്തെ കുറിച്ച് പറയുന്നത് എത്രമാത്രം എഞ്ചിനീയറിംഗ് കഴിവായി പ്രയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ കയറുമ്പോൾ കാണാം. കാരണം അതിനകത്ത് ഫാൻ വേണ്ട, ലൈറ്റ് വേണ്ട, ആ രീതിക്ക് തന്നെ അത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ ബിൽഡിംഗ് തകരാതെ നിൽക്കുന്നു. ഇത്രയും പഴക്കമുണ്ടായിരുന്നത് തകർക്കാനായിട്ടാണ് നമ്മുടെ നിലവിലുള്ള ഭരണസമിതിക്കാരെ സംബന്ധിച്ച് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടണമെന്നും പറഞ്ഞ്. അപ്പൊ അതിനെയൊക്കെ റീസ്റ്റോർ ചെയ്ത് പുതുക്കി പണിതുണ്ട്. അത് മാറ്റാതെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ ചില ഘട്ടങ്ങളിൽ താലിബാനികളായി പോകുന്നത് അവിടെയാണ്. അത് തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ കുമാരമന്ദിരം കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമാടോൺ കമ്പനി രൂപീകരിച്ചു. മാത്രമല്ല കുമാരമന്ദിരം തന്നെ എല്ലാ സായങ്കാലവും കലകളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഈ കലയെ സ്നേഹിക്കുന്ന സഹൃദയരായ മുഴുവൻ ആൾക്കാരും വന്ന് ഇരുന്ന് ആസ്വദിച്ചു. നമ്മുടെ സാഹിത്യം പോലെ സാഹിത്യം മാത്രമാണ്, ഇടയ്ക്ക് മാത്രം സംഗീതം തിരിച്ചാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന കലയെ ഉപാസിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം കുമാരമന്ദിരത്തെ മാറ്റി എന്നതാണ്. അപ്പൊ ഇവർക്കൊക്കെ വന്ന് അവതരിച്ച് ആസ്വദിച്ചു പോകാവുന്ന രീതിയിലേക്ക് അയ്യന്തോളിന്റെ ഒരു കേന്ദ്രമായിട്ട് കുമാരമന്ദിരം മാറിയിരുന്നു. അതിനപ്പം നമ്മുടെ സന്മനസ് കാണിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് വലിയ മനസ്സ്, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം എന്നുള്ള ഒരു വലിയ മനസ്സിന്. അതിന് കുറെ ഉദാഹരണങ്ങളോട് സന്തോഷം പറയണം. അതിന് പറയാത്ത ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് അദ്ദേഹം മൂർക്കത്ത് കുമാരനുമായിട്ട് സൂക്ഷിച്ചിരുന്ന സൗഹൃദം. കൊച്ചിയിൽ രാജകുടുംബ സംഘടനയിലെ പരിപാടിയിൽ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ രാജകുടുംബാംഗങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു വേദിയിലെ മൂർക്കത്ത് കുമാരൻ അത് നിഷേധിക്കുകയും അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പം തമ്പുരാൻ
ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, വിമർശനമായിട്ടും കൂട്ടാം, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാലം കുമാരനാശാന്റെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ അപ്പം തമ്പുരാന്റെ ജീവിതകാലം ഒന്നുമില്ല. 1 വർഷത്തെ വ്യത്യാസമുള്ളൂ രണ്ടു വ്യത്യാസം. പക്ഷെ ഇവിടെ കണ്ടുമുട്ടിയിട്ടേ ഗുരു ജീവിച്ചിരുന്ന നവോത്ഥാന കാലഘട്ടം ഒക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് കാണുന്നത്. ഇതിലൊന്നും തന്നെ അപ്പം തമ്പുരാൻ പങ്കാളിയല്ല. മൂക്കോത്ത് കുമാരനായിട്ട് സൗഹൃദമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് വീട് നഷ്ടപ്പെട്ടിട്ട് അവന്റെ ഓലപ്പുര മേയാനുള്ള ഓല ചുമന്നുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൗണ്ടിന് ചുറ്റും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, വഴി നടക്കാൻ പറ്റാത്തവർക്ക് അത് നിഷേധിച്ചവന്റെ കൈ പിടിച്ചുകൊണ്ട് ആ വഴിയിലൂടെ കടന്നു പോയിട്ട് ഞാനാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോഴൊക്കെ തന്നെ കേരളം ആകെ അന്ന് അലയടിച്ചിട്ടുള്ള നവോത്ഥാന കൊടുങ്കാറ്റ് അപ്പം തമ്പുരാൻ പങ്കാളിയേ ആയിട്ടില്ല. അതിൽ നമുക്ക് മനസ്സിലാകുന്ന അപ്പം തമ്പുരാൻ ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു എന്ന് സംശയിക്കാം. എല്ലാ കാലഘട്ടത്തിലും ചില വ്യക്തികൾ അങ്ങനെയാണ്, ഒറ്റയാൾ പട്ടാളമായിട്ട് അവർ സമൂഹത്തിൽ മൊത്തം നടക്കുന്ന ഒരു മാറ്റത്തിന്റെ കാറ്റിന്റെ ഒപ്പം നിൽക്കാതെ എന്നാൽ അതേ പ്രക്രിയ തന്നെ ചെയ്യുന്ന ചില വ്യക്തികൾ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കണ്ടെത്താൻ കഴിയും. അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടായിരുന്നു അപ്പം തമ്പുരാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ നവോത്ഥാന പ്രക്രിയയിൽ ഒന്നുപോലും ഇതേ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നാണ് നാം പറയുന്നത്. നവോത്ഥാന പ്രക്രിയകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമോ അതിലപ്പം തമ്പുരാൻ ഇടയായിട്ടില്ല. ഈ നാരായണ ഗുരുവും ആശാനും അടക്കം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഇദ്ദേഹം. അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ തൃശ്ശൂരില് അതിന്റെ ഭാഗമായി ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ് ആ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം ഇതിനൊന്നും പ്രാപ്തരാക്കുന്നില്ല. ഇവിടെ ഒരു രാജകുടുംബത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന നിൽക്കുന്ന ഒരാൾക്ക് കഴിയുന്ന ഒന്നല്ല അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കൈപിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് തന്നോടൊപ്പം ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക, കഴിക്കുക എന്നുള്ള കർമ്മം എളുപ്പമല്ലാത്തൊരു കാര്യം. ഇന്നും അതത്ര എളുപ്പമാണ്. ഇത്രയും മാറ്റങ്ങൾക്ക് വിധേയമായി എന്ന് നാം അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുകയും നവോത്ഥാനത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുമ്പോൾ ജാതി വ്യവസ്ഥ ഏറ്റവും കൊടിയ രീതിയിൽ ഇന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ നാട് എന്നുള്ള വസ്തുത. നമുക്ക് ജാതിയാണ് പ്രശ്നം, മതമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും കലാപങ്ങളും നമ്മുടെ നാട്ടിൽ അതിന് പ്രബുദ്ധമായിട്ടുള്ള കേരളം തരണം ചെയ്യാൻ വളരെ മിടുക്കരാണ്, കഴിവുമുണ്ട്. നമ്മുടെ നാട്ടിൽ അതത്ര ചെലവാകുന്ന ഒന്നല്ല വർഗീയ കലാപങ്ങളൊന്നും. നാമമാത്രം തന്നെയാണ് മറ്റുള്ള ഇന്ത്യയിലെ ദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ പറയും നമുക്ക് മതമല്ല പ്രശ്നം. പിന്നെയോ ജാതി അന്നും പ്രശ്നമാണ്, ഇന്നും പ്രശ്നമാണ്. എൻ്റെ നേരിട്ടുള്ള അനുഭവം കൂടി അവസരത്തിൽ പറയുന്നത് ഉചിതമല്ല. എന്നില്ല സാഹിത്യത്തിൽ തന്നെ വളരെയധികം തിളങ്ങി നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് ബ്രാഹ്മണൻ അല്ലാത്ത ഒരു ഹിന്ദുവിന്റെ തോളിൽ കൈയിടാൻ ഇത്തിരി പ്രശ്നമാണ്. മുസ്ലിമിനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് ആഹാരം കൊടുക്കുമ്പോൾ അവൻ്റെ കൂടെ ഒരു ബിരിയാണി കഴിക്കും. ഞാൻ ദൃക്സാക്ഷിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജാതി വ്യവസ്ഥ ഇല്ല മനസ്സിൽ നിന്ന് ആട്ടിപ്പായിച്ചൊന്നും നമ്മൾ ഈ നവോത്ഥാനത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുമ്പോഴും ഇപ്പോഴും ഏറ്റവും ശക്തമായിട്ട് നമ്മൾക്കിടയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ വിഷമാണ് ഇന്നും ജാതി. അത് മറ്റൊരു വിഷയമാണ്, അതിന്റെ കൂടുതൽ കിടക്കുന്നത്. പക്ഷെ ആ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ നടന്ന നവോത്ഥാന കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ അത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നവോത്ഥാന പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉത്ഭവകാലമാണ്, വളർച്ചയുടെ കാലം, സ്വാതന്ത്ര്യത്തിന്റെ കാലം, സമരങ്ങളുടെ കാലം. ഈ പോരാട്ടങ്ങളൊക്കെ നടക്കുമ്പോഴും അതിന് നേതൃത്വപ്പെടുന്ന നാരായണ ഗുരുവായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടുന്നില്ല. അപ്പം തമ്പുരാന്റെ അതേ വർഷം അല്ലെങ്കിൽ തൊട്ടുമുമ്പത്തെ വർഷം ജനിച്ച കുമാരനാശാൻ ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷെ മൂർക്കോത്ത് കുമാരന്റെ കൈ പിടിച്ചുകൊണ്ട് ഒപ്പം ഇരുത്തി ഭക്ഷണം എടുക്കാൻ താഴെ ഒരു വിപ്ലവകാരി. അതൊരൊറ്റയാൾ പട്ടാളമാണ്. അതായത് സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിനൊപ്പം ഞാൻ സഞ്ചരിക്കുന്നു. പക്ഷെ പൊതുധാര പറയുന്നതും എന്റെ കാഴ്ചപ്പാട് പറയുന്നതും ഒന്നായിരിക്കാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. അതായിരുന്നു അപ്പം തമ്പുരാനുള്ളതാണ് ആകെത്തുകയായി ഞാൻ പഠിക്കും. ഞാനത് വിമർശനമായി പറഞ്ഞതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആ കഴിവിനെ രാജകുടുംബത്തിന്റെ ഒപ്പം നിൽക്കുമ്പോഴും അതിനെ ധിക്കരിച്ചുകൊണ്ട് ആ എല്ലാവിധ സംവിധാനങ്ങളെയും പൊട്ടി തകർത്തുകൊണ്ട്
പുറത്ത് വന്നിട്ട് മനുഷ്യനായിട്ട് അദ്ദേഹം ജീവിക്കുവാനും മനുഷ്യത്വത്തിനോട് മനുഷ്യരോട് പെരുമാറാൻ അദ്ദേഹം കാണിച്ചുള്ള ആർജവത്തെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം ഒറ്റപ്പെട്ട് സഞ്ചരിച്ചത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ഞാൻ ആളല്ല. അപ്പൊ ആ പൊതു സേവന രംഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഇടപെടാനും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അതിലൂടെ അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇനിയുമുണ്ട് കുറച്ച് ക്രിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന് പരിചയപ്പെടുത്തുന്ന നിരവധി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. വസന്ത മാഷ് ഇതിന്റെ എല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ക്രോഡീകരിച്ചായിരിക്കും അനുസ്മരണ പ്രഭാഷണം നൽകാൻ. പ്രഭാഷണത്തിൽ മാഷ് വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വ്യവസായ രംഗത്ത് സീതാറാം മില്ലിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി. തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനം വന്നപ്പോൾ ആ ഡയറക്ടർ ബോർഡിൽ രാജിവെച്ചിരുന്ന ഒന്ന് സങ്കല്പിച്ചു നോക്കും. പൂർണ്ണസമയം എഴുത്തുകാരുടെ ഒരാൾ, സാംസ്കാരിക പ്രവർത്തകനായവർ, വ്യവസായത്തിന്റെ അധിപനായിരുന്നാൽ അന്നും ഇന്നും എന്തായിരിക്കും സംഭവിക്കുന്നത്? പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ മലയാളിക്കില്ല. പ്രത്യേകിച്ച് വ്യവസായിയായിട്ട് കാണാൻ നമുക്ക് നമ്മുടെ മുന്നിൽ വ്യവസായി എന്നും പണം പിരിക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണ്. അതേ പണം പിരിച്ചിട്ട് പോയിട്ട് അവനെ തെറി പറയാന്നുള്ളത് നമ്മുടെ ഒരു സമീപനം. അവനിത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അതാണ് നമ്മുടെ വ്യവസായ കാഴ്ച. വ്യവസായി എഴുതാൻ പാടില്ല. എഴുത്തിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും മോശമായ കാഴ്ചപ്പാടുണ്ടാകുന്നവരാണ് നമ്മൾ മലയാളികൾ. ശ്രദ്ധിച്ചു നോക്കിയാൽ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മാഷ് ഇരിക്കുക തന്നെ പറയാം, കാരണം മാഷ് ചിലപ്പോൾ അതിൽ വിമർശനം ഉണ്ടാവും. എന്നിരുന്നാൽ വരേണ്യവർഗത്തിന്റെ മാത്രമായിരുന്നു എഴുത്ത് ഒരു കാലഘട്ടത്തിൽ. പഠിക്കുവാനും എഴുതുവാനും ഭാഷ പ്രയോഗിക്കാനും അറിയാവുന്നവര് അല്ലെങ്കിൽ അതിന് അവകാശമുണ്ടായിരുന്ന വരേണ്യവർഗം മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പൊ വരേണ്യവർഗത്തിൻ്റെതായിരുന്നു സാഹിത്യം എഴുത്തൊക്കെ ഒരു കാലഘട്ടം. കുറെ കാലമായപ്പോൾ അതിന് മാറ്റുന്നുണ്ട്. എന്ത് അധ്യാപകർ അതിന്റെ മേൽക്കോയിൽ ഇതിനൊക്കെ ധിക്കരിച്ചുകൊണ്ടോ ഇതിനൊക്കെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് അപൂർവം പേര് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നേയില്ല. പക്ഷെ ഇതിന്റെ പൊതുധാരയില് നമ്മുടെ വീക്ഷണം അങ്ങനെയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അധ്യാപകനെ എഴുതിയാലേ സാഹിത്യമാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയാണ് കണക്കൂട്ടുന്നത്. പിന്നെ അത് പല രീതിയിലായി. ഇപ്പോഴാണ് അത് സാർവത്രികമായിട്ടുള്ള കാര്യം. ഈ സോഷ്യൽ മീഡിയയുടെ നമുക്ക് വളരെ ആർക്കും എഴുതാം എന്നുള്ളൊരു കാലം വന്നത് ഇപ്പോഴാണ്. ഇതിൽ ഞാൻ ഈ പറയുന്നതിനെ എതിർത്ത് പറയാൻ സമർത്ഥിക്കാൻ കഴിയും. കാരണം നമുക്ക് അവിടെ ഒന്നോ രണ്ടോ പേരോ ഇതല്ലാത്തവരെ കണ്ടെത്താൻ കഴിയും. സാർവത്രികമല്ലായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയൂ. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഘടന. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇന്ന ആൾക്കാരെ എഴുതാവുള്ളൂ എന്നുള്ള ഒരു അനാവശ്യ സംഹിത, അന്ധവിശ്വാസം മലയാളികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തകർന്നു വീഴുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്. എനിക്കെഴുതാം, ആർക്കും എഴുതാം. അതിനകത്ത് ഒരു മാനദണ്ഡവുമില്ല. പ്രസിദ്ധീകരിക്കാം, സോഷ്യൽ മീഡിയ ആണോ, വായിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും, വായനയാണല്ലോ മുഖ്യം എന്ന രീതിയിൽ ആ സംഹിതയെ തകർത്തെറിഞ്ഞത് ഈ ആധുനിക കാലഘട്ടത്തിന്റെ അവസാനം. ഈ നവോത്ഥാന കാലഘട്ടത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പോലും അത്രയും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഞാനത് ഇതിന് വേറിട്ട് പറഞ്ഞാണ്. അപ്പൊ ആ നിയമസംഹിതകളൊക്കെ തകിടം പറിച്ചൊരു രാജകുടുംബാംഗമാണ് ഒരു സാധാരണക്കാരനൊപ്പം നടക്കുന്നത്, ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം ഒക്കെ പട്ടണമായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം വ്യവസായിയായിട്ട് സീതാറാം മില്ലിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്നത് അതുകൊണ്ട് തന്നെ അത്ര ചെറിയ കാര്യമല്ല, വിപ്ലവകരമായ കാര്യമായിട്ടാണ്. അന്നും രാജകുടുംബാംഗങ്ങൾ അതിനു മുമ്പും വ്യവസായങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പുരാതന കാലഘട്ടങ്ങളിലെ വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥരെല്ലാം രാജാക്കന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടുപ്രമാണിമാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ബ്രാഹ്മണരും ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ അതിനിടയിൽ ഒരു വേലായുധ പണിക്കരോ അങ്ങനെ 2-3 പേരൊക്കെ നമ്മുടെ കൺമുന്നിലേക്ക് പെട്ടെന്ന് കയറി വന്നെന്നിരിക്കാം. പക്ഷെ സാർവത്രികമായിട്ട് ഇതൊക്കെ ആ ഒരു ഭാഗത്തിൽ തന്നെ നീക്കിവെച്ചതിന്റെ കാലം ഉണ്ടായിരുന്നെങ്കിലും അത്ര എളുപ്പമല്ലായിരുന്നു ഒരു വ്യവസായി, ഒരു എഴുത്തുകാരൻ ഒരു വ്യവസായിയായി കടന്നു വരിക എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ സീതാറാം മില്ല് നമ്മുടെ ചരിത്രത്തിൽ ഏറെ സ്ഥാനമുള്ള ഒന്നാണ് അല്ലെ. കെ കരുണാകരനെ ആയിരിക്കല്ലേ നമ്മൾ ഓർത്തു പോകുന്നത്. അത്ര പ്രാധാന്യമുണ്ട് തൃശ്ശൂരിന്റെയും കേരളത്തിന്റെയും ചരിത്രത്തില് ഈ സീതാറാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, വ്യവസായ സ്ഥാപനത്തിന് ഉണ്ട്. അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു അദ്ദേഹം.
അതിൽ നിന്ന് തൊഴിലാളി വിരുദ്ധ നടപടികൾ കണ്ടപ്പോഴാണ് അദ്ദേഹം പുറത്തു വന്നത്. ഒരു പക്ഷേ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമ സ്കൂളും വിവേകോദയ സ്കൂളിൻ്റെയൊക്കെ മാനേജറായിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റിനൊപ്പം അതിന്റെ ഭരണാധികാരികൾ ഒരാളായിട്ട് ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകുന്നതും ഈ വ്യവസായി എന്നുള്ള മാനസിക താല്പര്യത്തിൽ നിന്നായിരിക്കാനും ഞാൻ കരുതുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഒരു പക്ഷെ അപ്പം തന്നെയാണ് ഈ ഒരു ഭാഗം വെച്ചിരുന്നു. സത്യസന്ധമായിട്ട് അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, വ്യവസായിയായിരുന്നു, സാംസ്കാരിക പ്രവർത്തനമായിരുന്നു. സ്വാഭാവികമായിട്ട് എന്നെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ എഴുത്തുകാരന്, സാധാരണ സാംസ്കാരിക പ്രവർത്തകൻ, സാധാരണ വ്യവസായിക്ക് സ്വാഭാവികമായല്ലേ ആരാധന തോന്നുക? അതെനിക്കുണ്ടായിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. പക്ഷേ ഇത്തരത്തിൽ വ്യാവസായിക താല്പര്യങ്ങൾ മാനസികാവസ്ഥ ഉള്ളിൽ വെച്ചിരുന്ന ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. പിൽക്കാലത്ത് ഈ കൊട്ടാരവും 25 ഏക്കർ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 25,000 രൂപ കടക്കാരനായിട്ട് അപ്പത്തമ്പുരാൻ നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ കടക്കാരെന്ന് ആരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സാംസ്കാരിക പ്രവർത്തനം, ഈ കലാവാസന ഉള്ളതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നടന്നതിൻ്റെ പേരിൽ മാത്രമാണ് മക്കളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ആ ചരിത്രത്തിൽ വളരെയേറെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മകളോടുള്ള സ്നേഹവും വാത്സല്യവും അവിടെ മരണങ്ങൾ ഏൽപ്പിച്ച ആഘാതം അതിനും വലുതായിരുന്നു 25,000 രൂപ കടത്തിലാണ്. ഒറ്റയടിക്ക് നമുക്കത് ദഹിക്കില്ല ആ പ്രശ്നം എന്നുള്ളതാണ്. ഒരു രാജകുടുംബാംഗത്തിന് 25,000 രൂപ കടം വന്നു എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരാൾക്ക് അർത്ഥം ദഹിക്കുന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അസ്തമയ കാലം എന്ന് തന്നെ പറയാം. അത് ഈ മക്കളുടെ വിയോഗത്തിനൊപ്പം ധാരാളമായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒഴുകി അതിലൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥയിലേക്ക് അദ്ദേഹം വലിച്ചെറിയപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കടവുപെടുന്നു. കടം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരെയും അസ്വസ്ഥരമാക്കുന്ന ഒന്നാണ്. അങ്ങനെ പറയാൻ ഒരു 150 കോടി ഇന്ത്യക്കാരും ഒരു ഇന്ത്യക്കാരനും കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം എല്ലാ ഇന്ത്യക്കാരും കിടക്കാനും അത്രയധികം കോടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഉറങ്ങാൻ പറ്റും. പക്ഷെ സ്വാഭാവികമാണ് അതും കൂടി അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തെ വ്യക്തിജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന്. ഇതെന്തൊക്കെ പറഞ്ഞാലും ആ കടം പോലും ഏതെങ്കിലും കുടുംബ കാര്യത്തിന് വേണ്ടിയോ മക്കളുടെ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയെന്ന് എന്നെപ്പോലെ ഒരാൾ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. അതിനുവേണ്ടി വരുന്ന ചെലവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിലേക്ക് ചെലവാക്കിയതെന്ന് വേണം കണക്ക് കൂടാൻ. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു വ്യക്തി പിന്നീട് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാകാനും സാധ്യത. അവിടെയാണ് രാമവർമ്മ അപ്പന്തമ്പുരാന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സാഹിത്യേതര ജീവിതം എന്ന് പറയുന്നത് ഏറെ പഠന വിധേയമാക്കേണ്ടതാണ്. 3-4 ഭാഗങ്ങളല്ല, വിവിധ ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വലിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സാഹിത്യേതര ജീവിതം എന്ന് പറയുന്നത്. അത് വിശദമായ തന്നെ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. കൂടുതൽ ചർച്ചകൾക്കായിട്ട് അടുത്ത സെമിനാറിൽ ഇനിയും നമുക്ക് ഇരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ എന്റെയും പ്രണാമങ്ങൾ അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.